ഒരുപാട് നാളായിട്ട് സിനിമയ്ക്കൊപ്പമുള്ള ആളാണല്ലോ. അപ്പം ഇപ്പം സിനിമയിൽ ആളുകൾ അവർക്ക് ആ ഒരു സിനിമ എന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകൾ. അപ്പം അങ്ങനെ സിനിമയായിട്ട് ഇത്രയും കാലം വെച്ചുള്ളൊരു പരിചയം എങ്ങനെയാണ് ആ ഒരു സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? ഇതിനൊരു സോഷ്യൽ പ്രോബ്ലം ഉണ്ട്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാത്, നമ്മളുടെ സ്റ്റാൻഡാണ് ഏത് സംഗതിയിലും നമ്മളെന്ന് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു ഡയറക്ടറെ പോയിട്ട് ദിവസവും പോയി സംസാരിച്ചിട്ട് എനിക്ക് പടം വേണം, സ്ക്രിപ്റ്റ് എഴുതണം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം എനിക്ക് സംഭവിക്കുന്നത് വേറെ വിധത്തിലായിരിക്കും. എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് എത്രയോ മെസ്സേജുകൾ വരാറുണ്ട്, അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, ഇത് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇന്ന് വന്ന മെസ്സേജും കൂടെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ അഭിനയിക്കാൻ ആഗ്രഹിക്കും. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്ക് അപ്പം ആ ഒരു എക്സ്പ്രഷനിൽ കിട്ടുന്ന മെസ്സേജ് മറുപടിയും അവരുടെ സമീപനമൊക്കെ വേറെ ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഈ കമ്പനിയിൽ വന്നിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കുന്നതും എന്നെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ജോലി തരുന്നതും രണ്ടല്ലേ. അത് ഇതിലുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, എല്ലാത്തിലുണ്ട്. അപ്പം അനുഭവങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ ഒരുപാട് അനുഭവങ്ങൾ പുരുഷനും സ്ത്രീകൾക്കൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ റീസൺസ് വേറെ ആയിരിക്കും. അതിന് നമുക്ക് നിയമം കൊണ്ടോ ബാക്കിയുള്ള കാര്യം കൊണ്ടോ മാറ്റാൻ പറ്റില്ല. അതൊരു സോഷ്യൽ റിഫോർമേഷൻ കൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. പരസ്പര ബഹുമാനം ഉണ്ടാവുക. എത്രയോ നടന്മാർ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ പലപ്പോഴും ചാൻസ് വെച്ച് പോവുകയും പിന്നെ കിട്ടാതാവുകയും പിന്നീട് അവർ പ്രശസ്തരാകുമ്പോൾ അതേ ആൾ വന്ന് ചാൻസ് പടം ചോദിക്കുമ്പം അവർ പെരുമാറുന്നു ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് ഒരാളൊരു ചാൻസ് ചോദിക്കുന്നതും അപ്പം ചാൻസ് ചോദിക്കേണ്ട ചാൻസ് കിട്ടുമെന്ന് ചോദിക്കും. ബാക്കി എല്ലാത്തിനും നമ്മൾക്ക് ജോലി കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഇത് കിട്ടണമെങ്കിൽ അയാൾക്കൊരു കഴിവുണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ എന്തെങ്കിലും കിട്ടണ്ടേ. ആ അറ്റംപ്റ്റിലാണ് പലതും സംഭവം. പിന്നെ ചില ആൾക്കാരുടെ ആഗ്രഹങ്ങൾ വേറെ ആയിരിക്കും, പലതും ഉണ്ടാവാം. ഞാൻ കണ്ടിട്ടുണ്ട്, വെറും സാമ്പത്തിക ലാഭം മാത്രം നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്.